ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സിൽ നമ്മൾ ആദ്യമേ പാകിസ്ഥാന്റെ സൈഡിൽ നിന്ന് തുടങ്ങാം. കാരണം പാകിസ്ഥാനാണ് ഇന്നലെ ലൈം ലൈറ്റിൽ ചർച്ച ചെയ്യപ്പെട്ടത്. കാരണം പ്രധാനമായിട്ട് UAE-യുടെ പ്രസിഡന്റ് പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാകിസ്ഥാന്റെ അടുത്തെത്തിയപ്പോൾ തന്നെ അവരുടെ എസ്കോട്ട് ഫൈറ്റർ ജെറ്റിൽ വന്നിട്ട് ഏതാണ്ട് 6 ഫൈറ്റർ ജെറ്റുകൾ കൊണ്ടുവന്നിട്ട് എസ്കോട്ട് ചെയ്താണ് UAE പ്രസിഡന്റിനെ അവർ വെൽക്കം ചെയ്തത്. അതുപോലെ എയർപോർട്ടിൽ ഇറങ്ങി ചെറിയ രീതിയിലുള്ള ആലിംഗനങ്ങൾ, പിന്നെ അവരുടെ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ച് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു വിസിറ്റ് തന്നെയായിരുന്നു. പക്ഷേ ഇതിന്റെ ജിയോ പൊളിറ്റിക്കൽ പ്രാധാന്യം അതാണ് നമ്മളിവിടെ നോക്കേണ്ടത്. പാകിസ്ഥാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടെന്ന് പറഞ്ഞാൽ അസീം മുനീർ വളരെ കൃത്യമായിട്ട് ലിബിയയുടെ ഉള്ളിൽ ചെന്ന് ഇടപെടുകയാണ്. ഇപ്പൊ ലിബിയയുടെ ഉള്ളിൽ ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ, ലിബിയ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ലിബിയ ഒരു സൈഡിൽ ഈജിപ്തുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പം മിഡിൽ ഈസ്റ്റ് മേഖലയിലേക്ക് ഏറ്റവും തന്ത്രപ്രധാനമായ കാര്യങ്ങളിലേക്ക് നീക്കുപോക്കുകൾ നടത്തുന്നതിൽ ഈജിപ്തിന്റെ പങ്ക് ചെറുതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ലിബിയയെ വളരെയധികം കോഷ്യസ് ആയിട്ടാണ് ഈജിപ്ത് നോക്കിക്കാണുന്നത്. കാരണം ഇപ്പൊ ഇതിനകത്ത് ഈ ബെൻഗാസി, അതേപോലെ തന്നെ ഇപ്പുറത്തെ ട്രിപ്പോളി, രണ്ട് ടീമുകളായിട്ടാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. ഇതില് ഈ ഗവൺമെന്റ് ഫോഴ്സ്, ലിബിയൻ നാഷണൽ ആർമി LNA, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും അവിടുത്തെ നിലവിലെ ഈ UAE ആയിക്കോട്ടെ, മിഡിൽ ഈസ്റ്റിലുള്ള ഈ UAE, ഈജിപ്ത്, ഇവരെല്ലാവരും കൂടി പിന്തുണയ്ക്കുന്നത് ഈ ഖലീഫ ഹഫ്താർ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഈ ഖലീഫ ഹഫ്താറുമായിട്ടാണ് അസിം മുനീർ പോയിട്ട് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തത്. 4 ബില്യൺ പുറത്തു വരുന്ന എഗ്രിമെന്റ്. അതിന് ഡിഫൻസ് ഡീലാണ്. അത് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യാൻ വേണ്ടിയിട്ട്. ആയുധങ്ങൾ ഇപ്പോൾ പാകിസ്ഥാൻ എന്ത് ആയുധങ്ങളാണ് ലിബിയയിലേക്ക് ഇറക്കുമതി ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചൈനയിൽ നിന്ന് വാങ്ങിച്ചിട്ട് പച്ച കളർ പെയിന്റ് അടിച്ച് കൊടുക്കും. ഇതാണ് നോർമലി പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി. ചൈനയ്ക്ക് പണ്ട് തൊട്ടേ മെയ്ഡ് ഇൻ ചൈന എന്ന് പറയുന്നതിന് പകരം PRC എന്ന് എഴുതി കൊടുക്കും, മെയ്ഡ് ഇൻ വിയറ്റ്നാം അടിച്ചു കൊടുക്കും. ഇതെല്ലാം തന്നെ ശരിക്കും ചൈനീസ് പ്രോഡക്റ്റുകളാണ്. അപ്പൊ അങ്ങനെയുള്ള ചൈന പാകിസ്ഥാൻ ബ്രാൻഡിലും വിൽപ്പന നടത്താൻ അവർക്ക് യാതൊരു മടിയില്ല. അവർക്ക് വിൽപ്പന നടന്നാൽ മതി, as long as. അതാണ് ചൈനയുടെ താല്പര്യം. ചൈന അതേ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് മുന്നോട്ട് നീക്കുന്നത്. അപ്പൊ എന്തായാലും ചൈനീസ് പ്രോഡക്റ്റുകൾക്ക് വേണ്ടി തന്നെയാണ് പാകിസ്ഥാൻ തീർച്ചയായിട്ടും 4 ബില്യൺ വർത്ത് വരുന്ന ഡീൽ ലിബിയയുമായിട്ട് സൈൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു സൈഡിൽ. ഇനി ലിബിയ ഏറ്റവും കൂടുതൽ എണ്ണ ശേഖരമുള്ള ഒരു രാജ്യം കൂടിയാണ്. ക്രൂഡ് ഓയിൽ ശേഖരം ഏറ്റവും കൂടുതലുള്ള ഒരു രാജ്യം കൂടിയാണ് ലിബിയ. ഏതാണ്ട് 90% ആ രാജ്യത്തിന്റെ വരുമാനം ഈ എണ്ണയിൽ നിന്നുമാണ് വാങ്ങിക്കുന്നത്. ഏറ്റവും കൂടുതൽ എണ്ണ വിൽപ്പന നടത്തുന്നു. എന്നിട്ട് ആ റവന്യൂ രണ്ട് കൂട്ടരും, ബെങ്കാസിയുമായിട്ട് ബന്ധപ്പെട്ട കൂട്ടരും ഈ ട്രിപ്പോളിയുമായിട്ട് ബന്ധപ്പെട്ട കൂട്ടരും, രണ്ട് കൂട്ടരും ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ എണ്ണ കച്ചവടം നടത്തി പൈസ ഉണ്ടാക്കുന്നുണ്ട്. അത് വെച്ചിട്ട് ആയുധങ്ങൾ വാങ്ങിച്ചിട്ട് ചറവറ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നിലവിലെ സംഭവം. അപ്പൊ ഇനിയിപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഈ സാഹിൽ റീജിയനിൽ കിടക്കുന്ന രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഈ ലിബിയ സഹാറ ഡെസേർട്ട് ഷെയർ ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ്. അപ്പൊ സഹാറ ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവിടെ മരുഭൂമി തന്നെയാണ്. എന്നാലും ഈ മരുഭൂമിയിലാണ് ഇത്രമാത്രം എണ്ണ ശേഖരങ്ങൾ അവിടെ ഉള്ളത്. അപ്പം ഇതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള അറബ് രാജ്യങ്ങൾ, പ്രത്യേകിച്ചും UAE, സൗദി അറേബ്യ, അമേരിക്ക ഉൾപ്പെടെയുള്ള പല, ഈജിപ്ത്, തുർക്കി, ഇവർക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു ലിബിയയിൽ താല്പര്യമുണ്ട്. വേറെ ഒന്നുമില്ല, അവിടുത്തെ അസറ്റ്. ഈ അസറ്റിനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇവരെല്ലാം തന്നെ മുന്നിട്ടിറങ്ങി കളിക്കുന്നത്. പക്ഷെ ഇപ്പൊ ഇവിടെ ട്രംപിന്റെ അനുവാദമില്ലാതെ ഒരിക്കലും അസീം മുനീർ ലിബിയയ്ക്കുള്ളിൽ കയറി ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ സാധ്യമല്ല, അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ അസീം മുനീറിന് ഇതിനു മുമ്പ് തന്നെ അത് സാധിക്കുമായിരുന്നല്ലോ. എന്തുകൊണ്ട് ഇതിനു മുമ്പ് സാധ്യമായില്ല? ട്രംപ് വന്നതിന് ശേഷം നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനെല്ലാത്തിനും അമേരിക്കയുടെ CIA-യുടെ കൃത്യമായിട്ടുള്ള കരുനീക്കങ്ങൾ ഇതിന്റെ പുറകിലുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും അസീം മുനീർ പോയിട്ട് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്ത് മടങ്ങുന്നത്. ഈ എഗ്രിമെന്റ് സൈൻ ചെയ്ത് മടങ്ങിയ ഉടനെ ലിബിയയ്ക്കുള്ളിൽ കളിച്ചുകൊണ്ടിരുന്ന അറബ് രാജ്യങ്ങൾക്കെല്ലാം ഇച്ചിരി വിറയൽ തുടങ്ങി. ഈ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി തീവ്രവാദം പുഷ്ടിപ്പെടുത്തുന്ന രാജ്യങ്ങളിൽ ഒന്നാണ്. അവർക്ക് വളരെ നന്നായിട്ട് അറിയാം. അപ്പം ഈ ലിബിയയ്ക്കുള്ളിലാണെങ്കിൽ ഐസിസിന്റെ കളിക്കളമാണ് ഈ ലിബിയ എന്ന് പറയുന്നത്. അപ്പം ഈ ഭീകരന്മാരെല്ലാരും കൂടി ഇപ്പോൾ ഒരുമിച്ച് ചേർന്ന് ഈ ഭീകരവാദത്തിന്റെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഈ പാകിസ്ഥാൻ ഇപ്പം ലിബിയയ്ക്കുള്ളിൽ ഇറങ്ങി കളിക്കുമ്പോൾ, ഇത് മിഡിൽ ഈസ്റ്റിലേക്ക് ഒരു അൺസർട്ടനിറ്റി, പഴയ അറബ് വസന്തത്തിന്റെ അതേ ഒരു ഫിയർ ഫാക്ട് ഇപ്പൊ മിഡിൽ ഈസ്റ്റിൽ പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്. അതാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആ ഒരു പേടിയുടെ ഫലമായിട്ടാണ് ശരിക്കും അറബ് രാജ്യങ്ങൾ ഓരോന്നായിട്ട് പാകിസ്ഥാൻ സന്ദർശിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനെ ഫേവർ ചെയ്യാനൊന്നും വേണ്ടിയിട്ടല്ല, ഞങ്ങൾക്ക് പാകിസ്ഥാനോട് വലിയ വിരോധമൊന്നും ഇല്ല കേട്ടോ എന്നുള്ളത് അറിയിക്കാനാണ് ഇപ്പം UAE വരെ പാകിസ്ഥാൻ സന്ദർശിച്ച് മടങ്ങിയിരിക്കുന്നത്. ഇതൊരു ഫോർമാലിറ്റി വിസിറ്റ് ആണ്, അത്രമാത്രമാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. വലിയ തരത്തിലുള്ള ഡീലുകളൊന്നും തന്നെ സൈൻ ചെയ്യപ്പെട്ടിട്ടില്ല. പിന്നെ പാകിസ്ഥാൻ 4 ബില്യന്റെ ഡീൽ സൈൻ ചെയ്തത് ലിബിയയുമായിട്ടാണ്. അപ്പം ഞങ്ങളും ലിബിയയിൽ താല്പര്യമുള്ള രാജ്യമാണ്, UAEക്കും ലിബിയയിൽ സ്റ്റേക്ക് ഉണ്ട് എന്നുള്ളത് അറിയിക്കാനാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ പാകിസ്ഥാൻ വിസിറ്റ് ചെയ്തത്. അതാണ് ഇതിന്റെ ചുരുക്കം. അപ്പം ആ പരിപാടി കഴിഞ്ഞു. ഇനി പാകിസ്ഥാൻ ചെയ്ത വേറൊരു വേലയുണ്ട്. ആ വേല എന്താണെന്ന് പറഞ്ഞാൽ, യമന്റെ ഉള്ളിൽ ഇന്നലെ രാത്രി സൗദി അറേബ്യയുടെ ടീമുമായിട്ട് ചേർന്ന്, സൗദി അറേബ്യയ്ക്കും പാകിസ്ഥാനും ഡിഫൻസ് പാക്ട് സൈൻ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം എന്തുകൊണ്ടാണ് പാകിസ്ഥാനെ സൗദി അറേബ്യ വിളിച്ചു വരുത്തി സൈൻ ചെയ്യിപ്പിച്ചത് എന്നുള്ളതിന്റെ ആൻസർ ഇന്നലെ കിട്ടിയിട്ടുണ്ട്. ആ ആൻസർ എന്താണെന്ന് പറഞ്ഞാൽ, ഇന്നലെ പാകിസ്ഥാൻ ഫോഴ്സുമായിട്ട് ചേർന്ന്
സൗദി അറേബ്യ, പാകിസ്ഥാന്റെ സോൾജേഴ്സ് സൗദി അറേബ്യയുമായിട്ട് ചേർന്ന് ശരിക്കും യമന്റെ ഉള്ളിലേക്ക് ഹൂത്തികളുടെ നേരെ ആക്രമണം. അപ്പൊ ഞാൻ 2 ദിവസങ്ങൾക്ക് മുമ്പ് യമന്റെ ഉള്ളിൽ നടന്ന വിഷയങ്ങളെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര പേർ അത് കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ അത് കണ്ടവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് സൗദി അറേബ്യയ്ക്കും UAE-ക്കും യമന്റെ ഉള്ളിൽ ഇത്തിരി പൊരുത്തക്കേടുണ്ട്. ആ പൊരുത്തക്കേടുകൾ ഇങ്ങനെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് UAE പാകിസ്ഥാൻ വിസിറ്റ് ചെയ്യുന്നത്. അത് ശരിക്കും സൗദി അറേബ്യയ്ക്ക് താല്പര്യമുള്ള കാര്യമല്ല. കാരണം പാകിസ്ഥാൻ ഞാൻ ഓൾറെഡി ഡിഫൻസ് പാക്ട് സൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന രാജ്യമാണ്. ശരിക്കും പറഞ്ഞാൽ UAE ഇപ്പോൾ ശ്രമിക്കുന്നത് പാകിസ്ഥാനെ ഒരു ന്യൂട്രൽ ലെവലിൽ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. കാരണം എന്താണ്, നീ സൗദി അറേബ്യയുടെ അങ്ങ് കടുത്ത ഒരു ബന്ധത്തിൽ നിൽക്കണ്ട, നമ്മൾക്കിടയിലും ഒരു മ്യൂച്വൽ ധാരണ വേണ്ടതുണ്ട് എന്നുള്ള നിലയിൽ ഒരു മെസ്സേജ്, അതിനു വേണ്ടിയിട്ടാണ് ഈ സന്ദർശനങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം ആ രീതിയിൽ സൗദി അറേബ്യയുടെ ഒപ്പം നിലനിൽക്കാതെ യമനിൽ ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കണം പാകിസ്ഥാൻ എന്നുള്ള കൺസേൺ ആണ് പ്രധാനമായിട്ടും UAE-ക്കുള്ളത്. ആ ഒരു സംസാരം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇവിടെ ഇന്നലെ കൃത്യമായിട്ട് പാകിസ്ഥാനെ വെച്ച് തന്നെ സൗദി അറേബ്യ പണി കൊടുത്തിരിക്കുന്നത്. പാകിസ്ഥാനെ വെച്ചിട്ട് ഹൂത്തികൾക്ക് നേരെ ആക്രമണം നടത്തി 8 ഹൂത്തി സോൾജേഴ്സ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇത് ഇന്നലെ നടന്ന വിഷയമാണ്. ഇത് ശരിക്കും ഹൂത്തികളെ അവിടെ പ്രേരിപ്പിക്കുകയാണ്. എന്തിനാണ്? ഒരു യുദ്ധം വീണ്ടും തുടങ്ങാൻ വേണ്ടിയിട്ട്. സോ ഹൂത്തികളുമായിട്ട് ഒരു യുദ്ധം റീസ്റ്റാർട്ട് ചെയ്യാം. അതിപ്പോ ഹൂത്തികളുമായിട്ട് യുദ്ധം ചെയ്യാത്തത് കൊണ്ടാണല്ലോ ഇവിടെ തമ്മിലടി നടക്കുന്നത്. ഇവിടെ സൗദി അറേബ്യ, UAE, ആ ലോക്കൽ യമനി ഗ്രൂപ്പുകളുമായിട്ടൊക്കെ, അതായത് ഈ സുന്നി ഗ്രൂപ്പുകളുമായിട്ടൊക്കെ. അപ്പം യഥാർത്ഥത്തിൽ നമ്മുടെ ശത്രു ആരാണ്? ഹൂത്തികൾ. അപ്പൊ അവന്മാരെ ഒന്ന് ഇളക്കി വിട്ട് കഴിഞ്ഞാൽ ഇവരെല്ലാരും കൂടി ഒന്ന് ഒന്നിക്കും. അപ്പൊ ആ ഒരു ടെക്നിക്കാണ് ഇപ്പൊ സൗദി അറേബ്യ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ തികച്ചും ഇത് UAE-യുടെ ഡോമിനേഷനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, യമന്റെ ഉള്ളിൽ UAE-യുടെ ഡോമിനേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സൗദി അറേബ്യ എടുത്തൊരു പണിയാണ്. അത് മാത്രമാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ രീതിയിൽ യമന്റെ ഉള്ളിൽ ഇപ്പം സിറ്റുവേഷൻസ് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയും പാകിസ്ഥാനാണ് കളിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ ബംഗ്ലാദേശിലേക്ക് പോവാം. ബംഗ്ലാദേശിലേക്ക് പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നത്, ബംഗ്ലാദേശിന്റെ ഉള്ളിൽ ഇന്നലെ ഒരു മ്യൂസിക് കൺസേർട്ട് ഉണ്ടായിരുന്നു, ജെയിംസ് മ്യൂസിക് കൺസേർട്ട്. ആ മ്യൂസിക് കൺസേർട്ടിനെ ഈ ഭീകരവാദി, ഈ തീവ്ര ഇസ്ലാമിക നിലപാടുള്ള ഈ ഭീകരവാദികൾ ആ മ്യൂസിക് കൺസേർട്ട് പോയി അടിച്ച് പൊളിച്ച് നശിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ മ്യൂസിക് ഒക്കെ ഹറാമാണ്. അതൊക്കെ ബംഗ്ലാദേശിന്റെ ഉള്ളിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് സംഭവം. അപ്പൊ എന്തായാലും ഇത് കോളേജിന്റെ ഉള്ളിലാണ് ഈ ഒരു ഫെസ്റ്റിവൽ നടന്നത്. ആ കോളേജിന്റെ ഉള്ളിൽ കയറി മൊത്തത്തിൽ ആ ഒരു പ്രോഗ്രാം തന്നെ കൊളവാക്കി സ്റ്റേജ് ഒക്കെ പൊളിച്ചെറിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. ഇതാണ് അവസ്ഥ ബംഗ്ലാദേശിന്റെ ഉള്ളിൽ ഇന്നലെ. അതിനു പുറമെ ഒരു പ്രതിഷേധം കൂടി നടന്നിട്ടുണ്ട്. ആ പ്രതിഷേധം വേറൊന്നും കൊണ്ടല്ല, ഉസ്മാൻ ഹാദിയുടെ മരണത്തിന് നീതി വേണം, ജസ്റ്റിസ് ഫോർ ഉസ്മാൻ ഹാദി എന്നുള്ള നിലയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം രാത്രി പകലും എല്ലാം ഉസ്മാൻ ഹാദിയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ശരിക്കും പറഞ്ഞാൽ ഇയാൾ ജീവിച്ചിരുന്ന സമയത്ത് ഇത്ര വലിയ സ്റ്റാർ ഒന്നും ആയിരുന്നില്ല. ഇപ്പൊ നിലവിൽ ഈ മരണപ്പെട്ട ഉസ്മാൻ ഹാദിയാണ് അവിടുത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. ഇതിന് പുറമെ അവിടെ മൈനോറിറ്റീസിലുള്ള ആൾക്കാരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്നും അവിടെ ഒരു പ്രശ്നമേ അല്ല എന്നുള്ള രീതിയിലാണ്, വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമായിട്ടാണ് അവർ കരുതുന്നത്. അങ്ങനെ തന്നെയാണ് ആ രാജ്യം മുന്നോട്ട് ചലിക്കുന്നത്. ഇനി നമ്മൾ നേരെ കംബോഡിയ, തായ്ലാന്റ് വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, തായ്ലാന്റ് വീണ്ടും പുതിയ മേഖലകൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. തായ്ലാന്റിന്റെ ആക്രമണം കംബോഡിയക്കുള്ളിൽ അതിരൂക്ഷമായ നിലയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വാർത്ത. ചൈനയുടെ ആയുധങ്ങളാണ് കംബോഡിയ യൂസ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് കംബോഡിയയുടെ ദയനീയ അവസ്ഥ. കംബോഡിയ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ ഇന്ത്യ അമേരിക്കയ്ക്കെതിരെ ഒരു ചെറിയ കണ്ടംപ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയുടെ സ്പോക്സ് പേഴ്സൺ ആയിട്ടുള്ള രൺധീർ സിംഗ് ജയ്സ്വാലാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടത്. ഇത് വേറൊന്നുമല്ല, ജസ്റ്റ് അമേരിക്ക ഈ H1B വിസ ആ ഒരു ഇന്റർവ്യൂ റിന്യൂ ചെയ്യേണ്ട ആ ഒരു ഇന്റർവ്യൂ ഉണ്ട്, ആ കൗൺസിലേറ്റ് ഇന്റർവ്യൂവിന്റെ ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്ത് അമേരിക്കയിൽ നിന്നും വെക്കേഷനിലേക്ക് ഇന്ത്യയിലേക്ക് മടങ്ങിയ ആൾക്കാർ തിരിച്ച് മക്കളെടുത്തോ ഭാര്യയെടുത്തോ അങ്ങോട്ട് എത്താൻ പറ്റാത്തൊരു സാഹചര്യം. കാരണം ഇവരുടെ കൗൺസിലേറ്റ് ഇന്റർവ്യൂ ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ഇനി 3 മാസത്തേക്ക് നീട്ടി വെച്ചിട്ടുണ്ട്. ഇത് വല്ലാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ള ഒരു മെസ്സേജ് അതാണ് ഇന്ത്യയുടെ ഫോറിൻ മിനിസ്ട്രി കൊടുക്കാൻ ശ്രമിച്ചത്. അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അമേരിക്ക ഈ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി പെരുമാറണം എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതുപോലെ ഗാനയിൽ ഒരു യേശുക്രിസ്തുവിന്റെ അവതാര പുരുഷനായിട്ട് അവതരിച്ച യബോനോവ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 3 ദിവസങ്ങൾക്ക് മുമ്പുള്ള വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു നോവാസ് ആർക്ക് എന്ന് പറയുന്ന രീതിയിലുള്ള മൂന്ന് പേടകങ്ങൾ നിർമ്മിക്കുകയും അതിലേക്ക് സ്ഥലം പിടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ തിക്കിലും തിരക്കിലും പെട്ട് നടന്നു വരുന്ന രംഗമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പൊ December 25 എന്ന് പറയുന്ന ആ ഒരു ഡെഡ് ലൈൻ ദൈവം നമുക്ക് ഇച്ചിരി എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിരിക്കുകയാണ് എന്നുള്ള അടുത്ത ഫേക്ക് സ്റ്റേറ്റ്മെന്റുമായിട്ട് പുള്ളിക്കാരൻ രംഗത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് കുറച്ച് ആൾക്കാർക്ക് ഇച്ചിരി തലയ്ക്ക് ബോധം വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നോവയുടെ പേടകം ഒരു ആർക്ക് കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. ദേഷ്യം മൂത്തിട്ട് പോയി കത്തിച്ച് കളഞ്ഞു. ആ കത്തുന്ന രംഗമാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഇനി മറ്റുള്ള 2 ഉണ്ട്, അത് 2 കൂടി കത്തിക്കുമായിരിക്കും. അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ചിലർ പറഞ്ഞുകൊണ്ട് വരും, നിങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഹിന്ദുക്കൾക്കെതിരാണോ, നിങ്ങൾ ഇസ്ലാമിനെതിരാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഒരു മതത്തിനും എതിരുമല്ല, ഒരു മതത്തിനെ അനുകൂലിക്കുന്നില്ല. അതാണ് നമ്മുടെ നിലപാട്. അത് ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഒരു സമുദായത്തിൽ നടക്കുന്ന വിഷയത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേക്കും മറ്റൊരു സമുദായത്തിനെയും കൂടി ചേർത്ത് പറയണം എന്ന് ആഗ്രഹിക്കരുത്. എന്തെങ്കിലും സംഭവിച്ചാലേ പറയാൻ പറ്റൂ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഭീകരവാദത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഭീകരവാദം നിറഞ്ഞു നിൽക്കുന്നത് തീവ്ര ഇസ്ലാമിക നിലപാടുള്ള ആ കമ്മ്യൂണിറ്റിയിലാണ്. അപ്പൊ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും നിങ്ങൾ അതിനെതിരാണോ എന്ന് ചോദിക്കരുത്.
ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതേപോലെ കള്ള പാസ്റ്റർമാരെ കുറിച്ച് വിമർശിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരാണെന്ന് ചോദിക്കരുത്. കാരണം ഞാൻ ഒരു മതത്തിനും എതിരുമല്ല, ഒരു മതത്തിനെയും അനുകൂലിക്കുന്നുമില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പോസിറ്റീവ് ഡെവലപ്മെന്റുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് ബൈ ഡീഫോൾട്ട് ഭരിക്കുന്ന പാർട്ടിക്ക് പോകുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഇപ്പൊ നാളെ വേറൊരു പാർട്ടിയുടെ ഭരിച്ചാലും ഇന്ത്യയിലുള്ള ഏതെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് ആ പാർട്ടിക്ക് തന്നെയായിരിക്കും പോകുന്നത്. അപ്പൊ അതിന് നമ്മൾ ആ പാർട്ടിയെ അനുകൂലിക്കുന്നു എന്നുള്ളതിന്റെ അർത്ഥമല്ല അത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്, സബ്ജക്ട് അതാണ് നോക്കേണ്ടത്. മെജോറിറ്റി ജനങ്ങൾ തീരുമാനിക്കുന്ന ആൾക്കാരാണല്ലോ ഇന്ത്യ ഭരിക്കേണ്ടത്. അതാണല്ലോ ഡെമോക്രസി എന്ന് പറഞ്ഞിട്ട്, സോ കോൾഡ് ഡെമോക്രസി അങ്ങനെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് കൂടുതൽ വേവലാതിപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയേണ്ട വിഷയങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് എനിക്ക് ഓർമ്മ വരുന്നത് നമ്മളുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാറ് ഗുജറാത്തില് പട്ടേലിന്റെ സ്റ്റാച്ചു സന്ദർശിച്ച സമയത്ത് ആ ഒരു വീഡിയോയ്ക്ക് താഴെ വന്ന കുറേ കമന്റുകളുണ്ട്. അതാണ് ഞാൻ ഇവിടെ ഓർക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നേരായ കാര്യങ്ങൾ പറയുമ്പോഴും അതിനെ മറ്റൊരു രീതിയിൽ ചിത്രീകരിക്കുക എന്നുള്ളത് കേരളത്തിൽ ഇപ്പോഴത്തെ സൊസൈറ്റിയുടെ ഒരു രീതിയാണ്. അപ്പൊ അതുകൊണ്ട് ഞാനിത് എടുത്തു പറഞ്ഞതേ ഉള്ളൂ. ഇസ്രായേൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. സൊമാലിലാൻഡ്, ഈ സൊമാലിലാൻഡിനെ പൂർണ്ണ സ്വാതന്ത്ര്യ സ്റ്റേറ്റ് ആയിട്ട് അംഗീകരിച്ചുകൊണ്ട് സൊമാലിലാൻഡിനെ ഇസ്രായേൽ ഒരു പരമാധികാര രാഷ്ട്രമായിട്ട് അംഗീകരിച്ചിരിക്കുന്നതായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വളരെ വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ സൊമാലിലാൻഡിന്റെ ജിയോഗ്രാഫിക്കൽ നേച്ചർ, അത് ലൊക്കേറ്റ് ചെയ്യുന്ന സ്ഥലം, അത് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത. സൊമാലിയ, സൊമാലിലാൻഡ് ഇത് രണ്ടും കൂടി ഈ കോർണറിൽ കിടക്കുന്ന സ്ഥലമാണ്. ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് ഡെഡ് സ്പേസ് ഉണ്ട്. അവിടെയാണ് അമേരിക്ക കുറെ നാളുകൊണ്ട് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് നടന്നത്. പക്ഷേ ഇത് സൊമാലിയയുടെ സ്ഥലമായിട്ടാണ് കരുതപ്പെടുന്നത്. അപ്പം സൊമാലിലാൻഡും എത്യോപ്യ, അതിന്റെ തൊട്ടുപുറകിൽ കിടക്കുന്ന എത്യോപ്യയും ഒരു കൂട്ടാണ്. അതേസമയം എത്യോപ്യയ്ക്ക് ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നതാണ് സൊമാലിയ. അതേസമയം സൊമാലിലാൻഡും സൊമാലിയയെ എതിർക്കുന്നുണ്ട്. എത്യോപ്യയുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ എത്യോപ്യ ഒരു ലാൻഡ് ലോക്ക്ഡ് നേഷൻ ആണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. എത്യോപ്യ ഏറ്റവും കൂടുതൽ അവരുടെ പോർട്ട് ആക്സസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ജിബോട്ടിയാണ്. അതുപോലെ തന്നെ അവർ സൊമാലിലാൻഡും ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ സൊമാലിലാൻഡ് എത്യോപ്യയ്ക്ക് ചെറിയൊരു പോർട്ട് ആക്സസ് അവിടെ പെർമനന്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എത്യോപ്യ ഏറ്റവും കൂടുതൽ സൊമാലിലാൻഡിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം സൊമാലിയയെ എതിർക്കുന്നുമുണ്ട്. അതേ ഇസ്രായേലിന്റെ അതേ നിലപാട് തന്നെയാണ്. ഇസ്രായേൽ ശരിക്കും സൊമാലിലാൻഡിനെയും എത്യോപ്യയെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പം മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇപ്പം ഇസ്രായേലിന് സൊമാലിലാൻഡിൽ വലിയ രീതിയിൽ ഒരു മിലിറ്ററി ബേസ് ഓപ്പൺ ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തിരിക്കുകയാണ്. അപ്പം സൊമാലിലാൻഡിന്റെ ഭരണകർത്താവ് അബ്ദുള്ള പറഞ്ഞിരിക്കുന്നത് ബെഞ്ചമിൻ നെതന്യാഹുവിന് ഏത് നേരത്ത് വേണമെങ്കിലും സൊമാലിലാൻഡിലേക്ക് വരാം, എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ റെഡിയാണ്. കാരണം ഞങ്ങളുടെ രാജ്യത്തിനെ ഒരു പരമാധികാര രാഷ്ട്രമായിട്ട് അംഗീകരിച്ച നിലയ്ക്ക് ഞങ്ങൾ ഇസ്രായേലിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറാണെന്നുള്ളതാണ് അബ്ദുള്ളയുടെ വാഗ്ദാനം. ശരിക്കും അബ്ദുള്ളയും ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹുവും ടെലിഫോൺ കോൺവെർസേഷൻ നടത്തിയിട്ട് അത് കഴിഞ്ഞിട്ടാണ് നെതന്യാഹു ഈ ഒരു പ്രഖ്യാപനം നടത്തിയത്. അപ്പൊ ഇസ്രായേലിന് വളരെ നിർണായകമായിട്ടുള്ള ഒരു മിലിറ്ററി ബേസ് അവിടെ വരികയാണ് സൊമാലിലാൻഡിൽ വിത്ത് സർവൈലൻസ്. അതാണ് മനസ്സിലാക്കേണ്ടത്. സർവൈലൻസ് തീർച്ചയായിട്ടും ജസ്റ്റ് അതിൽ നിന്ന് എത്തി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും യമൻ. അപ്പം യമനെ നിലയ്ക്ക് നിർത്താനും റെഡ് സീയുടെ ഒരു എൻട്രൻസ് ഭാഗത്ത് തന്നെ വലിയ രീതിയിൽ ഇസ്രായേലിന്റെ സ്വാധീനം അവിടെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അതായത് ഇസ്രായേൽ UAE എത്യോപ്യയിലേക്കാണ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് നമ്മളുടെ പ്രധാനമന്ത്രി പോയിട്ട് മടങ്ങിയത്. വലിയ രീതിയിലുള്ള സ്വീകരണങ്ങളൊക്കെയാണ് അവിടെ കിട്ടിയത്. അപ്പൊ തികച്ചും ജിയോ പൊളിറ്റിക്സ് ഇങ്ങനെ മിഡിൽ ഈസ്റ്റിൽ മാറി മറിയുന്ന രംഗമാണ് കാണാൻ കഴിയുന്നത്. തികച്ചും ഇവിടെ ഒരു സൈഡിൽ പാകിസ്ഥാൻ ഈ മെഡിറ്ററേനിയൻ സൈഡിൽ തന്നെ ലിബിയയുടെ ഭാഗത്തു നിന്നും ഭീകരവാദികളെ, ഐസിസ് ഭീകരവാദികളെ മിഡിൽ ഈസ്റ്റിലേക്ക് വീണ്ടും ഒരു അറബ് വസന്തത്തിലേക്ക് തുടക്കമിടാൻ വേണ്ടിയിട്ട് തിരികൊളുത്തുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു പേടി മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പം പാകിസ്ഥാനെ ഒന്ന് ഹലോ ഹായ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് അങ്ങനെ ഒതുക്കി നീക്കി അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനാണ് ഇപ്പൊ മിഡിൽ ഈസ്റ്റിൽ തീരുമാനം. അതുകൊണ്ടാണ് പല അറബ് രാജ്യങ്ങളും പാകിസ്ഥാനുമായിട്ട് ജസ്റ്റ് ഒന്ന് ചർച്ച നടത്തി അവരെ കണ്ട് ഹായ് ബായ് പറഞ്ഞ് മുന്നോട്ട് പോകുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇത് ഒരു ഡേഞ്ചറസ് ഗെയിം തന്നെയാണ് പാകിസ്ഥാൻ കളിക്കുന്നത്. പിന്നെ പാകിസ്ഥാന്റെ അസീം മുനീറിന്റെ ഒരു താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കാണെങ്കിൽ മിഡിൽ ഈസ്റ്റിലും നോർത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള സ്വാധീനമുണ്ട്. അപ്പൊ ആ സ്വാധീനം വെച്ചാൽ നമുക്ക് റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ട്രേഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ അതായത് മിഡിൽ ഈസ്റ്റിൽ നിർണായകമായിട്ടുള്ള രാജ്യങ്ങളിലെല്ലാം തന്നെ ഇന്ത്യക്ക് നല്ല സ്വാധീനമുണ്ട്. UAE ആയിക്കോട്ടെ, സൗദി അറേബ്യ ആയിക്കോട്ടെ, ഒമാൻ ആയിക്കോട്ടെ, കുവൈറ്റ് ആയിക്കോട്ടെ, ബഹ്റൈൻ ആയിക്കോട്ടെ, ഖത്തർ ആയിക്കോട്ടെ, എല്ലാം തന്നെ നല്ല റിലേഷൻഷിപ്പിലാണ് ഇന്ത്യ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഇവിടെയൊക്കെ എങ്ങനെ തകർക്കാം. അപ്പൊ മിഡിൽ ഈസ്റ്റ് ഏരിയയിൽ തകർക്കാൻ പറ്റിയില്ലെങ്കിലും ഈ സാഹിൽ റീജിയനിൽ കിടക്കുന്ന ആഫ്രിക്കൻ റീജിയനിൽ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് സ്വാധീനമുള്ള നമീബിയ തൊട്ട് പല രാജ്യങ്ങളുണ്ട് ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ. അപ്പൊ ഇവിടെയൊക്കെ ഏതെങ്കിലും തരത്തിൽ ഭീകരവാദികളെ വെച്ചിട്ട് ഇന്ത്യ ഇൻവെസ്റ്റ്മെന്റ് നടത്തി തുടങ്ങിയിരിക്കുന്ന സ്ഥാപനങ്ങളുണ്ടോ അതിനെയൊക്കെ ടാർഗറ്റ് ചെയ്യാൻ ഈ മഹാനായ ഈ വ്യക്തി, അതായത് അസീം മുനീർ, അതായത് ഇസ്ലാമിക ലോകത്തിന്റെ ഒരു രക്ഷകൻ എന്ന് സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്ന വ്യക്തികളിൽ ഒരാളാണ്. മറ്റൊരാള് തുർക്കിയിലെ തയ്യബ് എർദോഗനാണ്. തുർക്കിയിൽ അങ്കാറ എയർപോർട്ടിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്ത ലിബിയയുടെ ആർമി ജനറലിന്റെ ഫ്ലൈറ്റ് ആണ് പൊട്ടിത്തെറിച്ച്
അതിനകത്ത് ഉണ്ടായിരുന്ന ആർമി ജനറലും അതിനോടൊപ്പം ഉണ്ടായിരുന്ന 2-3 പേരും കൂടി കൊല്ലപ്പെട്ടത്. വളരെ നിർണായകമായിട്ടുള്ള ആർമി ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടത്. കാരണം ഇവരാണ് പാകിസ്ഥാനുമായിട്ടുള്ള ഡീലിനെ തടഞ്ഞിരുന്നത്. പാകിസ്ഥാനുമായിട്ട് ഡീലിനെ തടഞ്ഞിരുന്ന ആൾക്കാരാണ് കൊല്ലപ്പെട്ടത്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ കൃത്യമായ ജിയോ പൊളിറ്റിക്സ് പക്ക പ്ലാൻ, പ്രീ പ്ലാനോട് കൂടി നടപ്പിലാക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ പിന്നാമ്പുറത്ത് പ്രവർത്തിക്കുന്നത് ISISന്റെ പിന്തുണയോടുകൂടി പാകിസ്ഥാൻ രംഗത്തിറങ്ങുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തായാലും കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീ ഡെവലപ്മെന്റ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.